ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും മുട്ടയും പിന്നെ വെജിറ്റബിൾ എല്ലാം കൂടെ ചേർന്ന ഓംലെറ്റാണ്. ഇന്ന് വെളുപ്പാങ്കാലത്തെ എഴുതിച്ചിട്ട് പറയണമ്മ എനിക്ക് ഇന്ന് ഓട്സ് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇന്ന് ഇത്തിരി പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ക്യാരറ്റും സവാളയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് 2 മുട്ട എടുത്ത് ഇത്തിരി ഓട്സ് എടുത്ത് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി. അവൾക്കൊരെണ്ണം കഴിക്കാനായിട്ട് അവൾ കഴിച്ച് പോവുകയും ചെയ്തു. കോളേജിൽ 6 മണിയായപ്പോൾ പോയി. ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. മുട്ടയും ഓട്സും കൂടെ ഓംലെറ്റും വെജിറ്റബിൾ കറിയാണ്. വേണ്ട, ഞാൻ എന്നിട്ട് അവൾക്ക് കൊടുത്തതിന് ശേഷം ചൂടോടെ ഞാൻ പിന്നെ ചുട്ട് ഇതുണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ എന്താ നല്ല ചൂട് കട്ടൻ ചായയും മധുരമില്ലാത്ത കട്ടൻ ചായ. ഷുഗറൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മധുരം കഴിക്കണ്ട എന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങനെ ആയിരിക്കണം. പിന്നെ മധുരം കൂടുതൽ ഉപയോഗിക്കരുത്. അതുപോലെ ഇങ്ങനത്തുള്ള ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. അപ്പം നമുക്ക് കഴിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കഴിച്ച് നോക്കിയായിരുന്നു. അടിപൊളിയാണ് ഇത്. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ മുട്ടേരതും ആ സവാളയും എല്ലാം കൊണ്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കഴിക്കാൻ നോക്കണം. എന്നും നമുക്ക് അപ്പവും ദോശയും ഇഡ്ഡലിയും പുട്ടും ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളല്ലേ, അതൊക്കെ നമ്മൾ കഴിച്ച് മടുക്കൂലേ. അപ്പം വെറൈറ്റി ആയിട്ടൊന്ന് പിടിക്കുക. എന്നാൽ രാവിലെ ഇങ്ങനെ എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് ഉണ്ടാക്കുക. ഇതൊരു 10 മിനിറ്റ് പോലും വേണ്ട, ആ കണക്കിന് ഉണ്ടാക്കിയെടുക്കുക. നല്ല അടിപൊളിയാണ്. ഉരുളക്കിഴങ്ങ് കറി നല്ല സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് ചൂട് കട്ടൻ ചായ. അപ്പോൾ ഓക്കെ, ബൈ.